ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമായിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ മാക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ഇതിപ്പോൾ ഒരു 3 കപ്പോളം ഉണ്ടാകും. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. മാക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച മാക്രോണി ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നല്ല രീതിയിൽ കുക്കായി കിട്ടും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ശേഷം എടുത്തതാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം പച്ചവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു പശപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഞാനിപ്പോൾ സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇനി ഫ്രൈ ചെയ്ത ചിക്കൻ സൈഡ് ഭാഗത്തേക്ക് മാറ്റിക്കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ടാക്കിയതും 1 ക്യാപ്സിക്കം ചെറുതായി കട്ടാക്കിയതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സവാളയും ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. അത് ഇതുപോലെ ഒരു 10 സെക്കൻഡ് അടച്ച് വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ സവാളയും ക്യാപ്സിക്കം വാടി വരുന്നതാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി ചിക്കനും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാണ്ടും ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. പക്ഷേ മുളക് പൊടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇഷ്ടം അതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓയിൽ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റണം. ഇത് ഈ ഒരു രീതിയിലാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓയിൽ വെച്ച് മൈദ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. മൈദയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് കുറച്ച് കട്ട കുത്തിയിട്ടൊക്കെ ഉണ്ടാകും. അത് ഇതുപോലൊരു സ്പാച്ചില കൊണ്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിലൊന്ന് ആക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ചീസ് സ്ലൈസും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഒരു ചീസ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇത് എങ്ങനെ തയ്യാറാക്കിയെന്ന് കാണണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ. വെറും 1 പാക്കറ്റ് പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ചീസും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും സവാളയും ക്യാപ്സിക്കലും ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വൈറ്റ് സോസും മസാലയും തമ്മിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി അടുത്തത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാക്രോണി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിൻ്റെ വൈറ്റ് സോസും മാക്രോണിയും നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടണം. ഇനി അടുത്തത് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിഡിലും ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് നല്ല ചൂടോട് കൂടി കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.